മലങ്കര നസ്രാണികൾ മുളന്തുരുത്തിയിൽ ഒത്തുചേരുന്നു. മലങ്കര നസ്രാണികൾ എതിർസ്വരങ്ങളെ നിശബ്ദമാക്കി പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജന്മനാടായ മുളന്തുരുത്തിയുടെ മണ്ണിൽ ഒത്തുചേരുകയാണ്. പരിശുദ്ധ സഭയുടെ കാനഡ, ഏഷ്യ പസഫിക്, ബാംഗ്ലൂർ, തിരുവനന്തപുരം ഭദ്രാസനങ്ങൾക്കൊക്കെയായി 4 മേൽപ്പെട്ട സ്ഥാനങ്ങളെയാണ് നമുക്ക് തെരഞ്ഞെടുക്കേണ്ടത്. ഈ മഹത്തായ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ സഭാസ്നേഹികൾ എന്ന വ്യാജേന പരിശുദ്ധ സഭയ്ക്കെതിരെ സഭയ്ക്കുള്ളിൽ നിന്ന് ചിലർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മലങ്കര നസ്രാണികൾ ഒരിക്കലും വില കൽപ്പിക്കില്ല എന്നത് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ വാക്കുകൾ ഇന്നും മലങ്കര മക്കളുടെ കാതുകളിൽ മുഴങ്ങുന്നു. നമ്മെ എതിർക്കുന്നവരെയും ചതിക്കുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം. പുറത്തുള്ളവരെയല്ല, സഭയ്ക്കുള്ളിലുള്ള കുറച്ച് വ്യക്തികളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാലത്തിന്റെ പരീക്ഷണങ്ങളിൽ ആരാണ് സഭയ്ക്കൊപ്പം നിന്നതെന്നും ആരാണ് സഭയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും മലങ്കര നസ്രാണികൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. വൈദേശിക ശക്തികളുടെ തോക്കിൻ മുനയ്ക്ക് മുൻപിലും പരിശുദ്ധ സഭയുടെ ആത്മാഭിമാനം അടിയറ വെക്കാതെ പോരാടി കൂനൻ കുരിശ് സത്യം നടത്തിയവരാണ് മലങ്കര നസ്രാണികൾ. മലങ്കര സഭയുടെ ദേവാലയങ്ങളും സ്വത്തുക്കളും കയ്യേറിയപ്പോഴും പരിശുദ്ധ സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവരാണ് മലങ്കര നസ്രാണികൾ. പരിശുദ്ധ സഭയ്ക്ക് പഴയ സെമിനാരി താൽക്കാലികമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു രാത്രി കൊണ്ട് മലങ്കരയുടെ പരിശുദ്ധ മോറാൻ ദേവലോകം കാതോലിക്കേറ്റ് അരമന വാങ്ങി നൽകിയവരാണ് മലങ്കര നസ്രാണികൾ. ജീവിതമാർഗം തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചപ്പോഴും പരിശുദ്ധ സഭയെ നെഞ്ചോട് ചേർത്ത് അതിനെ ആഗോള സഭയായി വളർത്തിയവരാണ് മലങ്കര നസ്രാണികൾ. സഭയിൽ ആവശ്യമായ തിരുത്തലുകൾക്കായി സഭാപിതാക്കന്മാരെ വിമർശിക്കുമ്പോഴും മലങ്കരയുടെ പരിശുദ്ധ മോറാൻ ഒന്ന് വിളിച്ചാൽ എല്ലാം മറന്ന് ഓടിയെത്തിയവരുമാണ് മലങ്കര നസ്രാണികൾ. ഇതാണ് മലങ്കര നസ്രാണികളുടെ ചരിത്രം. ഇതാണ് പരിശുദ്ധ സഭയോടുള്ള അവരുടെ ആത്മബന്ധം. ഇതാണ് അവരുടെ വിശ്വാസവും പൈതൃകവും. ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച മലങ്കര നസ്രാണികൾ മുളന്തുരുത്തിയുടെ പുണ്യഭൂമിയിൽ ഒത്തുചേരും. പരിശുദ്ധ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി 4 മേൽപ്പെട്ട സ്ഥാനികളെ ദൈവകൃപയാൽ തെരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. പലരുടെയും ഫാൻസ് അസോസിയേഷൻ തകൃതിയായി പ്രവർത്തനം നടത്തുന്നുണ്ട്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക നേതാക്കളും ചില ഭദ്രാസന കൗൺസിൽ പ്രവർത്തകരും രാഷ്ട്രീയ ഇലക്ഷനെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ചിലർക്ക് AC വാഹനം, മറ്റുള്ളവർക്ക് താമസ സൗകര്യം എന്ന് വേണ്ട പല പ്രലോഭനങ്ങളും നൽകി കഴിഞ്ഞു. പക്ഷെ ഇന്ന് കണ്ട ഏറ്റവും വികലമായ ഒന്ന് പ്രാദേശികവാദമാണ്. മുളയിലെ നുള്ളേണ്ട ഒന്നാണ്. ചില നേതാക്കന്മാർ പറയുന്നു തെക്ക് നിന്ന് 2 പേരെ ഉള്ളൂ അവർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇത്തരം വാദവുമായി വരുന്നത് ഏത് നികൃഷ്ട ജീവിയായാലും ആരും ദയവായി അത് പ്രോത്സാഹിപ്പിക്കരുത്. ഇവർ ഈ വൈദികരുടെ തോൽവി ഉറപ്പാക്കുകയാണ്. സഹോദരങ്ങളെ, മലങ്കര സഭ ദൈവത്തിന്റെ സഭയാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്താൽ നയിക്കപ്പെടേണ്ടതുമാണ്. ശ്ലൈഹിക നൽവരം ദൈവത്തിന്റെ ദാനമാണ്. അത് നിറവേറ്റപ്പെടട്ടെ. ഇത്തരം പരാതങ്ങളെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. പൂർണ്ണമായും അറിവുള്ളവരെ, മനസാക്ഷിക്കനുസരിച്ച് സഭയുടെ മുന്നോട്ടുള്ള പുരോഗതിയെ പരിഗണിച്ച് പ്രാർത്ഥനയോടെ വോട്ട് ചെയ്യുക. എല്ലാവരും വോട്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഇടവക നിങ്ങൾക്ക് തന്ന ചുമതലയാണ്. യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും പ്രാദേശിക വാദങ്ങൾക്കും വശംവദരാകാതിരിക്കുക.